ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട പെർഫോമ റിപ്പോർട്ട് സർക്കാർ CBIക്ക് കൈമാറി. ഇമെയിൽ വഴിയാണ് റിപ്പോർട്ട് കൈമാറിയത്. ഡിവൈഎസ്പി മുഖാന്തരം നേരിട്ട് റിപ്പോർട്ട് സമർപ്പിക്കും. പെർഫോമ റിപ്പോർട്ട് കൈമാറാതെ വിജ്ഞാപനം നൽകിയത് വിവാദമായിരുന്നു. ഷഫീദ് റാവുത്തർ, അങ്ങനെ ആ വിവാദം അവസാനിപ്പിക്കാനാണോ തിരക്കിട്ട ഈ പെർഫോമ റിപ്പോർട്ട് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്? ഗൂഗിൾ അല്പസമയം മുൻപാണ് സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് വിവാദമായിട്ടുള്ള ഈ സംഭവത്തിൽ പെർഫോമ റിപ്പോർട്ട് CBIക്ക് കൈമാറിയിട്ടുള്ളത്. അതായത് സിദ്ധാർത്ഥന്റെ മരണത്തിലെ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഈ മാസം 9-ാം തീയതി പുറത്തിറക്കി. 16-ാം തീയതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈമാറി. പക്ഷേ വിജ്ഞാപനം മാത്രമായിരുന്നു കൈമാറിയത്. പെർഫോമ റിപ്പോർട്ട്, കേസിന്റെ സ്ഥിതിവിവരമടക്കം രേഖപ്പെടുത്തുന്ന പെർഫോമ റിപ്പോർട്ട് കൈമാറാതെ CBI ഒരു അന്വേഷണവും ഏറ്റെടുക്കില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണം വഴിമുട്ടിയെന്ന ആരോപണവുമായി സിദ്ധാർത്ഥിന്റെ പിതാവിന്റെ രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല അത് രാഷ്ട്രീയമായ വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചതോടുകൂടിയാണ് പോലീസിന്റെ ആ വീഴ്ച, അതടക്കമുള്ള കാര്യങ്ങൾ, സർക്കാരിന്റെ ആ വീഴ്ച മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ അടിയന്തരമായി ചില കാര്യങ്ങൾ തീർപ്പ് കൽപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം പെർഫോമ റിപ്പോർട്ട് ഇമെയിൽ വഴി ഇപ്പോൾ CBIക്ക് കൈമാറിയിട്ടുണ്ട്. ഡിവൈഎസ്പി മുഖാന്തരം നേരിട്ടും റിപ്പോർട്ട് സമർപ്പിക്കും. ഇതൊരു നടപടിക്രമം മാത്രമാണ്. പക്ഷേ ഇപ്പോൾ CBIയുടെ മെയിലിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ഈ പെർഫോമ റിപ്പോർട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പെർഫോമ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഇനി ഇക്കാര്യത്തിലെ CBI നിലപാട് നിർണായകമാകും. CBI ഏത് രീതിയിൽ ഈ കേസന്വേഷണം എടുക്കും, ആരംഭിക്കും, എത്ര കാലതാമസം അക്കാര്യത്തിൽ ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാകും. ഏതായാലും വലിയ രാഷ്ട്രീയ വിവാദമായ സർക്കാരിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് തൊട്ടു മുൻപ് വലിയ തലവേദന തീർത്തൊരു വിഷയത്തിൽ വിജ്ഞാപനമിറക്കിയിട്ടും പെർഫോമ റിപ്പോർട്ട് അത് കൈമാറാത്തത് ഗൗരവമായി സർക്കാർ കാണുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ നേരിട്ട് ചില പരിശോധനകൾക്ക് അനൌദ്യോഗികമായി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഗോകുൽ, ശരി ഷഫീദ, ഏതായാലും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം വിജ്ഞാപനം പ്രഖ്യാപനത്തിലെ സർക്കാരിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ പ്രതികരിച്ചത്. ഏതായാലും ഇപ്പോൾ CBIക്ക് പെർഫോമ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു ആഭ്യന്തര വകുപ്പ്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.